കോട്ടയം ലോക്സഭാ സീറ്റിൽ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. കേരള കോൺഗ്രസിന്റെ UDF തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ് ഡെപ്യൂട്ടി ചെയർമാൻ MP ശ്രീ ഫ്രാൻസിസ് ജോർജ് ആയിരിക്കും ഐക്യജനാധിപത്യത്തിലേക്ക് വലിയ വേരോട്ടമുള്ള ഒരു മണ്ഡലം പുതുപ്പള്ളി, കോട്ടയം, കടുത്തുരുത്തി, പാല, പിറവം ഈ മണ്ഡലങ്ങളിൽ ഇപ്പോൾ തന്നെ ഐക്യജനാധിപത്യത്തിലൂടെ MLA-മാരാണ്. ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ ചെയ്തികൾ വിലയിരുത്തുന്നു. 1999-ലും 2004-ലും ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മുമ്പ് ഫ്രാൻസിസ് ജോർജ് വിജയിച്ചിട്ടുണ്ട്. അന്ന് ഇവിടുത്തെ സ്ഥാനാർത്ഥി ഐക്യജനാധിപത്യത്തിലുള്ള സ്ഥാനാർത്ഥി വിജയിച്ചു. പക്ഷേ ഇന്നതല്ല. അതുകൊണ്ട് ഇവിടെ ഇന്നത്തെ സംസ്ഥാന ഗവൺമെന്റ് ചെയ്തികൾ വിലയിരുത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തികൾ വിലയിരുത്തുമ്പോഴെല്ലാം കാണുന്നത് ഐക്യജനാധിപത്യത്തിലൂടെ തീർച്ചയായിട്ടും അതെല്ലാം സമയത്ത് അല്ല, അവരോട് എല്ലാം ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനം അവസാനം എല്ലാ തെരഞ്ഞെടുപ്പിലും ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി പാർട്ടി നേതാക്കൾ കൂടിയാലോചിച്ചുകൊണ്ട് പാർട്ടി ചെയർമാൻ ശ്രീ PJ ജോസഫ് സാർ പ്രഖ്യാപിച്ച പാർട്ടി സ്ഥാനാർത്ഥി ശ്രീ ഫ്രാൻസിസ് ജോർജിന് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ ഒറ്റക്കെട്ടായ പിന്തുണ ഞങ്ങൾ എല്ലാ നേതാക്കളും ചേർന്നുകൊണ്ട് പാർട്ടി ചെയർമാൻ വർക്കിംഗ് ചെയർമാൻ ശ്രീ PC തോമസ് അടക്കമുള്ള സെക്രട്ടറി ജനറൽ ജോയി അബ്രഹാം അടക്കം അസിസ്റ്റന്റ് സാറിനെ പോലെ സ്റ്റേറ്റ് നേതാക്കൾ PC തോമസ് അടക്കം എല്ലാ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് പാർട്ടി ചെയർമാൻ പ്രിയപ്പെട്ട PJ ജോസഫ് സാറ് ഇപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ പേര് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കോട്ടയം എന്ന് പറയുമ്പോൾ റബ്ബറിന്റെ കേന്ദ്രമാണ്. റബ്ബറിന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും റബ്ബർ കർഷകരെയും റബ്ബർ മേഖലയും വഞ്ചിച്ചിരിക്കുകയാണ്. അതിനെല്ലാവരെയുള്ള പോരാട്ടം, ആ പോരാട്ടങ്ങൾ തീർച്ചയായിട്ടും തുടരും. പാർലമെന്റിനകത്തും പുറത്തും വളരെ ശക്തമായ കാര്യങ്ങൾ മുൻകാര്യങ്ങൾ ബാധിച്ചിട്ടുള്ള പോലെ തന്നെ റബ്ബറിന്റെ കാര്യത്തിൽ മറ്റ് കാർഷിക ഉൾപ്പെടെ നെല്ല് ഉൾപ്പെടെ നാളികേരം ഉൾപ്പെടെ മറ്റെല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും കർഷകർക്ക് വേണ്ടി കേരള കോൺഗ്രസിന്റെ പാരമ്പര്യം അത് നിലനിർത്തിക്കൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രവർത്തനത്തിന് പോരാട്ടത്തിന് എന്റെ വലിയ കഴിവുകൾ തീർച്ചയായിട്ടും. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ നേരിട്ടുള്ള പോരാട്ടമാണിതെന്നും ഇനി കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമാകുമെന്നും PJ ജോസഫ് വ്യക്തമാക്കി. കേരള കോൺഗ്രസ് പ്രതിനിധി തോമസ് ചാഴിക്കാടനാണ് LDF സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.